പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവണം. ആണുങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് കറക്റ്റാണ്. ആണുങ്ങളാണ് അത് കേട്ടിട്ട് അവരതിനെ ഭയങ്കര സില്ലിയായിട്ട് വിടുന്നത്. സ്ത്രീകൾ അങ്ങനല്ല. സ്ത്രീകളോട് നമ്മൾ ഒരു കാര്യം നമുക്കൊന്ന് മോശമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അത് എപ്പോഴും ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് പല കാര്യങ്ങളും കാടടച്ച് വെടിവെച്ച് പറയാനേ അറിയുള്ളൂ. ഒരു കാര്യത്തിലേക്ക് സ്ട്രെയിറ്റ് വരാൻ അറിയില്ല. പുരുഷന് അതിനുള്ള ക്ഷമയില്ല. നമ്മൾ ഈ ആളാഗ്രഹിക്കുന്ന ഒരു അപ്രിസിയേഷൻ, അതിന് ഒരു അറ്റൻഷൻ ഒരു പരിധിവരെ നമ്മൾ കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പുരുഷ വിഭാഗം പുരുഷനെ പോലെ ആവുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അതല്ല ഇക്വാലിറ്റി. ഒരാളെയും പോലെ ആവാൻ ശ്രമിക്കുന്നതല്ല. പണ്ട് ഈ ഫെമിനിസത്തിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് വേവ് എന്ന് നമുക്ക് പറയാം. ഒരു വീട്ടില് ഒരു ദിവസം എന്തോരം ജോലി ഉണ്ടെന്ന് അറിയോ വീട്ടിലെ സ്ത്രീക്ക്. അത് പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഈ വീട്ടിൽ എന്താ ചെയ്യണമെന്നാ ചോദിക്കുക. പക്ഷെ ഒരു ദിവസം ട്രൈ ചെയ്യണം. രാവിലെ എണീച്ച് സ്ത്രീകൾ ചെയ്യണ എല്ലാ ജോലിയും ചെയ്ത് ട്രൈ ചെയ്യണം. അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദേ ഡിസേർവ് അപ്രിസിയേഷൻ. ഒരു രാവിലെ ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ താങ്ക്സ്, നല്ല ചായ, താങ്ക്സ്, നല്ല ചായ അല്ലെങ്കിലും പോട്ടെ, താങ്ക്സ് എന്ന് പറയാമല്ലോ. അത് പറഞ്ഞില്ലെങ്കിലും ബോഡി ലാംഗ്വേജില് ഈ ആണുങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറും വായിച്ചിരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, തിരിഞ്ഞു നോക്കുകയും കൂടി ഇല്ല. അവിടെ വെച്ചോ ആ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഇപ്പൊ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും ഇപ്പൊ ലോണ്ടറി ചെയ്തു, ഇത് എടുത്തു വെക്കണു, അത് ചെയ്യണു, വീട് വൃത്തിയാക്കണു. അത് സമ്മറി പറഞ്ഞ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് ഇന്ത്യയില് ജനറലി ഡെവലപ്പിംഗ് കൺട്രീസിൽ ആ സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല. ആക്ച്വലി ഇറ്റ്സ് വെരി സിമ്പിൾ തിങ്. അപ്രിസിയേഷൻ കൊടുത്താണ്ടല്ലോ ഇവരെന്ത് വേണമെങ്കിലും. അല്ല, പക്ഷെ ഈ വീട്ടില് സിസ്റ്റേഴ്സും അമ്മമാരൊക്കെ ഉള്ളവരല്ലേ എല്ലാവരും. അപ്പൊ അവർക്ക് കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാവാൻ പറ്റേണ്ടതല്ലേ? അതെനിക്കറിയില്ല. കല്യാണം കഴിച്ച ആണുങ്ങളതെല്ലാം മറക്കും. മേ ബി ഫസ്റ്റ് 6 months അയ്യോ ചക്കരേ പഞ്ചാര എന്നൊക്കെ വിളിക്കുമായിരിക്കും. അല്ല, ജനറലി അങ്ങനെ ഒരു ട്രെൻഡാ. പക്ഷെ എഗെയിൻ ഞാൻ പറയണത് ഒന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആണുങ്ങളുണ്ട് സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ മതി. ഇത്തരം ജോലി ചെയ്തിട്ടല്ലേ ഭക്ഷണം കൊണ്ട് കൊടുക്കണേ. ഡോക്ടർ പറഞ്ഞില്ലേ ഈ ചായ മോശമാണെങ്കിലും നല്ലതാണെന്ന് പറയുന്നു. ചായ നല്ലതാന്ന് പറയാനല്ല പറഞ്ഞത്, ചായ ഉണ്ടാക്കാനുള്ള എഫേർട്ട്, അതിന് താങ്ക് യു. നമ്മളിപ്പോ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് മോശമാണെങ്കിലും ജനറലി നമ്മള് ചീത്ത പറഞ്ഞല്ലേ ഇറങ്ങാം. നമ്മള് ഓക്കെ ഫുഡ് തന്നു താങ്ക്സ് എന്ന് പറയും. എനി സർവീസ് ബേസിക് ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം, എല്ലാത്തിനും വേണം. നമ്മൾ അതായത് നമ്മുടെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ ഇത് വേണം, ലൈക്ക് അവർക്കല്ല. പക്ഷെ ഈ ഒരു ഫാമിലി ലൈഫില് ഈ തെറ്റുകൾ ഉണ്ടാവുന്നതും ഇവര് സ്ത്രീകളുടെ എക്സ്പെക്ടേഷൻ പ്രശ്നം വരണതും ഈ ലാക്ക് ഓഫ് അപ്രിസിയേഷനും ലാക്ക് ഓഫ് ഇമ്പോർട്ടൻസും ആണ്. അല്ലാതെ ഈ കാര്യം പുരുഷന്മാര് ബെഡ്റൂമിൽ പരാജയമാണ്, പക്ഷെ അത് അവരെ ബാധിക്കുന്നില്ല. അതിനകത്ത് തന്നെ പലരും സക്സസ്ഫുൾ ആയിരിക്കാം. അല്ല, പൊതുവെ ആയിരിക്കാം. ഒരു 40% പരാജയമാണെന്നാണ് സ്ത്രീകൾ പറയണത്. അതവർ ഭർത്താക്കന്മാരോട് പറയുന്നില്ല. പരാജയമാണെങ്കിലും നിങ്ങൾ ചായ തരുമ്പോൾ താങ്ക് യു പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം കുറയും. ചായക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും. എന്നുവെച്ചാൽ മറ്റത് നിങ്ങൾ പഠിക്കാൻ വൈകിയെങ്കിലും നിങ്ങൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് തുടങ്ങാം. അത് തന്നെ. അതായത് അവര് ഹ്യൂമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അല്ല, പക്ഷെ ഈ ആളുടെ നീഡ് അവർക്ക് അറിഞ്ഞാൽ ഇതിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയണേ, എഡ്യൂക്കേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈ ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്. കല്യാണം കഴിക്കുമ്പോൾ മാരേജിന് മുമ്പ് പുരുഷനെ കുറിച്ച് സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് ഫ്രീഡം കൊടുക്കുക സ്ത്രീകൾക്ക്. എന്തിനാണെന്നറിയോ? എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല ഉദ്ദേശിക്കണേ, ടു ബി ദംസെൽസ്. അവരെന്തുവാണോ അതാവാനുള്ള ഫ്രീഡം. മനസ്സിലായി? ഇപ്പൊ പലരും, എനിക്ക് ഒത്തിരി പെൺകുട്ടികളെ അറിയാം, ലൈക്ക് നല്ല പഠിച്ച് നല്ല ഡിഗ്രി ഉള്ളവർ വെറുതെ വീട്ടിലിരിക്കുന്നു, വീട്ടിൽ ജോലി മാത്രം ചെയ്യുന്നു, കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്. പക്ഷെ അവർക്കൊക്കെ ഒരു അരമണിക്കൂർ മേ ബി ഇരുന്ന് പടം വരയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഡാൻസ് ക്ലാസ്സിൽ പോകാനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ പോകാൻ, അല്ലെങ്കിൽ അവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ പറഞ്ഞില്ലേ നേരത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഫ്രണ്ട്സ് ഉണ്ടാവും. അവരും ഹ്യൂമൻസ് ആണല്ലോ. അവർക്കും ഫ്രീഡം ടു ബി ദംസെൽസ്.
ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളും അവര് ജയിലിലാണ് എന്നൊരു ഫീലിംഗ് അവർക്ക് വരുന്നത് അതാ. ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും അതായത് കൂട്ടിന്റെ ഉള്ളിലാണെന്ന് അവർക്കൊരു ഫീലിംഗ് വരും കല്യാണം കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് അറിയാം, ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം വേണ്ടാന്ന് പറയാൻ തുടങ്ങി. അവര് കാണുമ്പം ചുറ്റുപാടുള്ളവരെന്താ എല്ലാവരും അനുഭവിക്കുക. സോ ഇപ്പൊ പെൺകുട്ടികള് അതിലേക്ക് വരാനിരിക്കണേ ഉള്ളൂ. ഞാൻ നിറയെ കാണുന്നുണ്ട് കല്യാണമേ വേണ്ട, അല്ലെങ്കിൽ 30 കഴിഞ്ഞ് മതി, 40 കഴിഞ്ഞ് മതി എന്നാണ് ഇപ്പൊ പെൺകുട്ടികൾ പറയണത്. വൈ? ബിക്കോസ് അവരിതാ കാണണേ. അവർ കാണുമ്പോൾ അവരുടെ വീട്ടിൽ ആരും ഹാപ്പി അല്ല, അമ്മമാര് ഹാപ്പി അല്ല, ആൻറ്റിമാര് ഹാപ്പി അല്ല, ആരും ഹാപ്പി അല്ല. എല്ലാവരും ഓക്കെ ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷെ ദേ നോട്ട് ഹാപ്പി. ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഒരു പ്രായം കഴിയുമ്പോൾ അവരെടുക്കും. അമ്മായിമ്മയാകുമ്പോൾ ചിലപ്പോൾ മരുമക്കളുടെ അടുത്തായിരിക്കും എടുക്കുന്നത്. അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യും. ആണുങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് കറക്റ്റാണ്. ആണുങ്ങളാണ് അത് കേട്ടിട്ട് അവരതിനെ ഭയങ്കര സില്ലിയായിട്ട് വിടുന്നത്. സ്ത്രീകൾ അങ്ങനല്ല. സ്ത്രീകളോട് നമ്മൾ ഒരു കാര്യം നമുക്കൊന്ന് മോശമായിട്ടൊന്ന് സംസാരിച്ച് നോക്കി, അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് എത്ര ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഭയങ്കര ടുഗദർനെസ് ആണ്. അവർ ഒന്നിച്ച് വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ ഒന്ന് മോശമായിട്ട് പറഞ്ഞു നോക്കിക്ക് ഭയങ്കര ഇഷ്യൂ ആകും അത്. പിന്നെ കുറേ ദിവസത്തേക്ക് മിണ്ടത്തില്ല. പിന്നെ മേ ബി ആ ബന്ധം തന്നെ അവിടെ കട്ടാവും. അപ്പോൾ ശരിക്കും പുരുഷന്മാരാണ് നല്ല ഫ്രണ്ട്സ്. പുരുഷന്മാര് നല്ലതാ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാ നല്ലതാ. സ്ത്രീകൾ മോശം എന്നല്ല, വളരെ നല്ല ബോണ്ടിങ്ങിൽ നന്നായിട്ട് പോകുന്ന സ്ത്രീ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കാര്യങ്ങൾ നമ്മുടെ ഒരു വിഷമഘട്ടത്തെ കുറച്ചും കൂടി മനസ്സിലാക്കാനും നമ്മളെ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനും ഓവർകം ചെയ്യാനും ഒക്കെ. എല്ലാ പുരുഷന്മാരും അല്ല കേട്ടോ, സെൽഫിഷ് അല്ലാത്ത വളരെ സപ്പോർട്ടീവായിട്ടുള്ള പുരുഷന്മാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ ഭയങ്കര നല്ലതാണ്, കുറച്ചും കൂടി പാവങ്ങളാണ്. എനിക്ക് പുരുഷന്മാരെ പറ്റി വളരെ നല്ല ഒപ്പീനിയനാണ്. പക്ഷേ ഈ മറ്റവന്മാരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഈ മറ്റവന്മാരെന്ന് പറഞ്ഞാൽ ഈ സെൽഫിഷ് ആയവർ, അത് എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അത് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി പോകുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവുമല്ലോ. അവർക്ക് അവരുടെ കാര്യത്തിന് പ്രയോറിറ്റീസ് കൊടുത്തിട്ട്, പ്രയോറിറ്റീസാണ് അവിടെ അവർ. അപ്പം അത് നമ്മളോടുള്ള അവരുടെ സമീപനത്തിൽ മനസ്സിലാവില്ലേ? മനസ്സിലാവുന്നില്ലല്ലോ, അവരനുഭവിച്ചോളും. അത് അധികം താമസിയാതെ മനസ്സിലായിട്ട് അവർ തന്നെ അത് അനുഭവത്തിൽ നിന്ന് പഠിക്കും എന്നുള്ളതാണ്. അല്ല നമ്മൾ പറഞ്ഞു കൊടുത്താൽ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഏജാണ്, ആ ഒരു ഏജിലാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മച്യൂർഡായി. എൻ്റെ മച്യൂരിറ്റി വന്ന അറ്റ് ദ ഏജ് ഓഫ് 35 കഴിഞ്ഞപ്പോഴാണ്, 38 ഒക്കെ ആയപ്പോഴാണ് ഞാൻ മച്യൂർഡായത്. അതുവരെ ഞാനും ഇതുപോലെ എനിക്കും ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മച്യൂർഡായതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതും, ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നത് റൈറ്റ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ടുള്ളൊരു ഒബ്സർവേഷൻ ആയിരുന്നില്ല, എനിക്ക് തെറ്റുപറ്റുമായിരുന്നു. ആ തെറ്റിൽ നിന്ന് പഠിച്ചാണ് ഞാൻ ഇപ്പം ഐ എം എ വെരി ഗുഡ് ഒബ്സർവർ. അല്ല, ബോത്ത്. എനിക്കങ്ങനെ മെന്നിനെ പറ്റി ആണുങ്ങളെ പറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് മോശം ഒരു ഒപ്പീനിയനോ, ഞാൻ ജെൻഡർ വൈസ് അല്ല ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു ലിംഗഭേദം ഉണ്ട് ലോകത്തിലുണ്ടെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ്. അല്ലാതെ ഇന്ന സ്ത്രീ, ഇതൊരു സ്ത്രീയാണ്, ഒരു പുരുഷനാണ്, അങ്ങനെയല്ല. ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം വേണം, ഈക്വാലിറ്റി വേണം, പക്ഷെ എവിടെ വേണം എന്നുള്ളതിലും ഇറ്റ് മാറ്റേഴ്സ്. എവിടെ വേണമെന്ന് ചോദിച്ചാൽ ഇപ്പം ഭാര്യ ഭർത്താവ് ഈക്വാലിറ്റി വേണമെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നു. അങ്ങനെ ഈക്വാലിറ്റി അവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ ഇടുന്നു, എനിക്ക് നിങ്ങൾ നാളെ ചായ ഇട്ട് തരണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നാൽ അധികം പോകില്ല ബന്ധം. ഞാൻ ഇന്ന് ചായ ഇട്ട് തന്നു, നിങ്ങൾ നാളെ എനിക്ക് ചായ ഇട്ട് തരണം. അയാൾ വേണേ കുറച്ച് നാൾ ഇട്ട് തരുമായിരിക്കും, നീ പോയി പണി നോക്കെന്ന് പറയും. അയാൾ ചായ ഇട്ട് മടുക്കും. സ്ത്രീകൾക്ക് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീകൾ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് കണ്ടീഷൻഡാണത്. എന്തുകൊണ്ടാണ്? മൾട്ടി ടാസ്കിങ് എബിലിറ്റീസ് ഉള്ളത് സ്ത്രീകൾക്കാണ്. അവർ ചായ ഇട്ടുകൊണ്ട് വേറെ പല പണികൾ ചെയ്യും. പുരുഷൻ എന്ത് ചെയ്യും? ചായ ഇടാൻ വന്നാൽ പാല് കോഴി അവിടെ എല്ലാം ഒഴിച്ച് കുളവാക്കി ഇരട്ടി പണിയാക്കി. കാരണം പുരുഷന് ആ ഒരു എബിലിറ്റീസ് കുറവാണ്.
ഉള്ളവരുണ്ടാവാം, പക്ഷെ അവരത് ഒത്തിരി വർഷങ്ങൾ അവർ ശ്രമിച്ച് അത് ആർജിച്ച് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. അവർക്ക് അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, കാരണം അവർ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ടേബിളിൽ വന്നിരിക്കുന്നു, ഭക്ഷണം എടുത്തു കൊടുക്കുന്നു, കഴിക്കുന്നു, അതാ പാത്രം അവിടെ വെച്ചിട്ട് പോകുന്നു. പണ്ട് കാലം തൊട്ട് വളർത്തിയ ഒരു ഇതിൽ നിന്ന് വന്ന് കുറച്ച് മാറണം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി മാറി പുരുഷൻ അടുക്കള കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? കാരണം കൂടുതലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പുരുഷന്മാരാ. ഇപ്പൊ സ്ത്രീകൾ വന്നിട്ട് എല്ലാം പുരുഷൻ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യണം. ഇപ്പൊ ഈ ടേബിൾ പിടിച്ച് അങ്ങോട്ട് നീക്കിയിടുന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, പുരുഷൻ തന്നെ വരണം. അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നെ പോലെ 10 സ്ത്രീകളുണ്ടെങ്കിൽ പിടിച്ചു തള്ളി ചിരിച്ച് വെള്ളം വെച്ച് പതിയെ ചെയ്യാൻ പറ്റും. ഒരു 10 പേരുണ്ടാവണം. പക്ഷേ 2 പുരുഷന്മാരുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ പറ്റും. അവിടെ അത് നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കണം, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ആ ഏരിയാസ് ബ്യൂട്ടിഫുള്ളി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഈക്വാലിറ്റിയുടെ കാര്യവും പറഞ്ഞ് പെണ്ണാണാവാൻ നോക്കണ്ട, അതിന്റെ ആവശ്യമില്ല. സ്ത്രീ ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ആ ബ്യൂട്ടി. സ്ത്രീ എന്ന് പറയുന്നതിൽ ഒരു ബ്യൂട്ടി ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാരിയെ കൊടുത്ത് പൂവൊക്കെ വെച്ച് വന്നിരിക്കണം. ഈ സെയിം സിജിൻ ചെയ്ത് എങ്ങനെ ഇരിക്കും? കണ്ടൊരു വൃത്തികേടായിരിക്കില്ലേ? നല്ല വൃത്തികേടായിരിക്കും, നല്ല വൃത്തികേടായിരിക്കും. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു ബ്യൂട്ടി ഉണ്ടെങ്കിൽ സ്ത്രീ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കുള്ള ബ്യൂട്ടി പുരുഷൻ ചെയ്ത ഷീലു പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീയും പുരുഷനും അവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ആത്യന്തിക, അതായത് ഉള്ളിലുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. ഇപ്പം നമ്മൾ വന്നിട്ട് വനിതകൾ, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം. പക്ഷെ ആ പ്രാതിനിധ്യത്തിലും സ്ത്രീകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പുരുഷൻ വേണം അവിടെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല എൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെ ഒരു സിനിമയിൽ എനിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരു സിനിമയിൽ പോയിട്ട് ആക്ട് ചെയ്യാനോ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടില്ലാതെ എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ വേണമെങ്കിൽ പറയുമായിരിക്കും, ബിക്കോസ് നിങ്ങൾ അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ്, ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം ഭർത്താവിൻ്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട്, അതിനാണ് ഇമോഷണൽ നീഡ്. ഇതെന്താണ് ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾക്കൊരു ഫിസിക്കൽ നീഡ് മാത്രമാണോ ഒരു വ്യക്തി എന്ന് പറയുന്നത്? അതിനകത്ത് ഫിനാൻഷ്യൽ നീഡ് മാത്രമാണോ? അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അത് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഭയങ്കര വേഴ്സറ്റൈലായിട്ട് കാണും. കാരണം അത് ഭയങ്കര ഒരു കഴിവായിരിക്കും. അത് അവർക്ക് ആ ഇമോഷണൽ നീഡ് എനിക്ക് ആരിൽ നിന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഐ വിൽ സ്റ്റാൻഡ്. ഒറ്റയ്ക്കല്ല, പൊതുവെ ഈ സ്ത്രീപക്ഷവാദികൾ പറയുന്നത് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. കുറേയൊക്കെ പുരുഷന്മാർ ലൈംഗികമായും പല രീതിയിലും പല സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണല്ലോ. അതിപ്പം കൊല്ലങ്ങളായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അപ്പം അത് കുറച്ചൊക്കെ കുറയ്ക്കണ്ടേ? സ്ത്രീകൾ അടുക്കളയിൽ തളച്ചിടുന്നത് മാറ്റണ്ടേ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടണ്ടേ? സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതം ഉണ്ടാവണ്ടേ എന്നുള്ളത് പറയുന്നതിലൊരു ന്യായമില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പുരുഷന്മാർ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന അടുക്കളയിൽ കിടക്കുന്നതുകൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും വീട്ടിൽ തളച്ചിട്ടിരിക്കുന്നതുകൊണ്ടുമാണോ? അതുകൊണ്ട് മാത്രമല്ല അത് ചൂഷണത്തിന് ആളുകൾ നിന്ന് കൊടുക്കുന്നതും കൊണ്ടൊക്കെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റേപ്പിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തുക, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് അവരുടെ സൈക്കോ പ്രശ്നമാണ്. ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുട്ടികളെ റേപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രശ്നമായിട്ടാണ് ഞാൻ അതിനെ സൈക്കിയാണ് ആ ആൾക്കാർ. അവരെ മാറ്റി നിർത്തും. ക്രിമിനൽസാണ്, അവരുടെ മെൻ്റൽ, അവരെ ഞാൻ സൈക്യാട്രി പേഷ്യൻസ് എന്നേ വിളിക്കുകയുള്ളൂ. ബാക്കിയുള്ള കേസുകളുണ്ടല്ലോ, സാധാരണ പുരുഷന്മാർ വളരെ നോർമലായിട്ടുള്ളവർ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞ സാധനങ്ങൾ, അങ്ങനെയൊന്നും ആരും വന്ന് ചൂഷണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സൈഡിൽ നിന്നും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യലായിട്ട് എന്തെങ്കിലും അറിയാതെ ചെയ്യുന്നതാവും. അതായത് ആര് പൊതുവെ
ഈ ഒരു പ്രേമം, ഒരു ശക്തനായ പുരുഷനോട് പ്രേമം തോന്നുക എന്നുള്ളതൊരു അങ്ങനെ ചെയ്യുന്നത് ചെയ്തോട്ടെ, നല്ലതല്ലേ, അവർ എൻജോയ് ചെയ്യുന്നോട്ടല്ലേ അവരത് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയരുത്. ഈ പ്രേമം തോന്നി ചെയ്യുന്നത് ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടുപേർക്കും പ്രേമം തോന്നിയിട്ടായിരിക്കും അവർ ആ ഒരു ഇതിലിടപെടുന്നത്. അതായത് ഈ നമ്മളെ ഈ രാഹുൽ ഈശ്വരൻ്റെ ഒക്കെ മാതിരി പുരുഷ എന്താണ് മെൻസ് അസോസിയേഷനൊക്കെ തുടങ്ങിയല്ലോ, അവരൊക്കെ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ടെന്നാണ് ഇപ്പോൾ ഷീല പറയുന്നത് അല്ലേ? അല്ല, അങ്ങനെയല്ല. സ്ത്രീകള് അങ്ങോട്ട് ചെന്ന് ഒരു ചെറിയ സപ്പോർട്ട്, ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന കേസുകളെ മാറ്റി നിർത്തും. പക്ഷെ അങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ റേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ആ കേസുകൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊരു സ്ത്രീയുടെ ഒരു സിഗ്നൽ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സൈലന്റ് സപ്പോർട്ട് ഇല്ലാതെ ഒരു പുരുഷനും പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അവർ റേപ്പ് ചെയ്തു എന്ന് പറയാം. അതല്ലാതുള്ള കാര്യമാണ് ഞാൻ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ, അവിടെ എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി അറിയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ സീരിയസ്നെസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ രണ്ടാൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ഇത് അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളത് ഇറങ്ങി ചെന്ന് അതും കൂടി കാണേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴും സ്ത്രീ പുരുഷ വ്യത്യാസം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കുന്നത് എന്നാണോ അന്ന് ഈ ഫെമിനിസത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പാട്രിയാർക്കിയുടെയോ ഒന്നും കോട്ടുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും പ്രാധാന്യത്തെ പറ്റി എടുത്ത് പറയാത്തൊരു സാഹചര്യം വന്നാൽ ഇതൊക്കെ കഴിഞ്ഞു, പിന്നെ ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ? അങ്ങനെ അല്ലാത്തൊരു സമൂഹം വന്നു കഴിഞ്ഞാൽ ഉറപ്പായും സ്ത്രീയും പുരുഷനും ശാരീരികമായിട്ട് രണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കുള്ള അവകാശങ്ങളിലെ തുല്യതയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ശാരീരികമായിട്ടുള്ള തുല്യതയോ നമ്മൾ പുറത്ത് കാണുമ്പോൾ ചിലപ്പം പല ആൾക്കാരും കൃത്യമായിട്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടും ഉണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇന്നും എൻ്റെ ഫെമിനിസം. ഞാനത് ഒരിക്കലും അത് തെറ്റാണെന്ന് എനിക്ക് കാണാത്തിടത്തോളം അല്ലെങ്കിൽ ഞാനത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഇപ്പം പുറത്തുനിന്ന് അങ്ങനെ പുരുഷന്മാരുടെ അവകാശങ്ങളിൽ കടന്നു കയറുന്നതല്ല ഫെമിനിസം, അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, നമ്മളുടേതായ നമ്മളെ പോലെ തന്നെ, നമ്മൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ സമൂഹത്തെ അല്ല കേട്ടോ, മനുഷ്യന്മാരെ, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടേതായ അതേ അവകാശങ്ങളുള്ള മറ്റൊരാളെ, അത് സ്ത്രീയോ പുരുഷനോ, അതേ അവകാശങ്ങളുള്ള ഒരാളുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങളോ നേടാൻ ശ്രമിക്കുന്നതല്ല ഒരു ഫെമിനിസമോ അല്ലെങ്കിൽ ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഒന്നും നമ്മൾ സംസാരിക്കുന്ന ഒന്നിൻ്റെയും യഥാർത്ഥ അർത്ഥം അതല്ല. ഒരാളെ തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നേറുക അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരേ സാഹചര്യത്തിൽ നിൽക്കുന്ന രണ്ടാൾക്കാരെ ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും അവർക്കുണ്ട്. അതാരും നേടിക്കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല അല്ലേ? അത് തന്നെയാണ് ഞാൻ അതിന് മുന്നേ ഇട്ട പോസ്റ്റുകളിലും പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തടയിടുന്നത് പണിഷബിളാണ്. അതാണ് നമ്മൾ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഒരാളുടെ അവകാശങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീയുടെ ആയിക്കോട്ടെ ദളിതന്റെ ആയിക്കോട്ടെ ഒരു അവസരങ്ങളാണ്, അവസര സമത്വമാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഈ ഒരാൾക്ക് അവസരം കിട്ടാത്ത ഒരാൾക്ക് അവസരം കിട്ടുമ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അവസരം പോകും. അതായത് ഇപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾ 50%. 50% സ്ത്രീകൾക്ക് അവസരം കിട്ടുമ്പോൾ ഇന്ന് പുരുഷന്മാർക്ക് 60% അവസരം കിട്ടുന്നതെങ്കിൽ ആ 10% പേർക്ക് പിന്നെ അവസരം കിട്ടില്ല. അപ്പോൾ 80% സ്ത്രീകളെയും ഒഴിവാക്കണം എന്നാണോ? അല്ല, ഒഴിവാക്കാൻ പാടില്ല എന്ന് തന്നെയാ പറയുന്നത്. സ്ത്രീ സമത്വം വരുമ്പോൾ ഇന്ന് പുരുഷന്മാർ അനുഭവിക്കുന്ന പല പ്രിവിലേജസും നഷ്ടപ്പെടും. അതാണ് യാഥാർത്ഥ്യം. അത് പക്ഷെ അങ്ങനെ പ്രിവിലേജസ് ആയിട്ട് കാണാതിരിക്കുന്ന ഒരു സമൂഹം വരണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഫെമിനിസത്തിന്റെ അർത്ഥം ഒരിക്കലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പുരുഷ വിഭാഗം പുരുഷനെ പോലെ ആവുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അതല്ല ഇക്വാലിറ്റി. ഒരാളെയും പോലെ ആവാൻ ശ്രമിക്കുന്നതല്ല. പണ്ട് ഈ ഫെമിനിസത്തിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് വേവ് എന്ന് നമുക്ക് പറയാം, ഒരു 90th സെഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു 20th സെഞ്ചുറിയിലോ ഒക്കെ യൂറോപ്പിൽ വരുന്ന സമയത്ത് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആവാനായിട്ട് അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ചേട്ടൻ അതിനെ പറ്റി ക്ലിയർ ആയിട്ട് ഇതുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തിറങ്ങി രാത്രി അവരുടെ മിഡ് നൈറ്റ് പാർട്ടീസ്, അവർ സിഗരറ്റ് സ്മോക്ക് ചെയ്യുക, ആൽക്കഹോൾ, അങ്ങനെ നടന്ന് പുരുഷന്മാർ എന്ത് ചെയ്യുന്നോ അതുപോലെ പുരുഷന്മാരെ പോലെ ആയാൽ ഇവർക്ക് ഇക്വാലിറ്റി ഉണ്ട്, അതുപോലെ ആവുന്നതാണ് ഇക്വാലിറ്റി. ആ പറച്ചിൽ തന്നെ ഒരു കുഴപ്പമുണ്ടല്ലേ? നമ്മൾ പുരുഷനെ പോലെ ആവണം, പുരുഷനെ പോലെ നമുക്ക് അവസരങ്ങൾ വേണം. അങ്ങനെയല്ല, ആരെയും പോലെയല്ല മറ്റൊരാൾക്ക് അവസരം വേണ്ടത്. എല്ലാവർക്കും
തുല്യ അവസരങ്ങൾ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഇപ്പൊ വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിലും ഒക്കെ അത് തുല്യമായിട്ട് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ പ്രിവിലേജ്ഡ് ആയിട്ട് നമ്മൾ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ പുരുഷന്റെ പ്രിവിലേജ് പോയി അത് സ്ത്രീക്ക് കൊടുക്കണം എന്നല്ല, നമ്മൾ പ്രിവിലേജ്ഡ് ആയിട്ട് ആരെയും കാണുന്നില്ല, ഓരോ വ്യക്തികളായിട്ട് കാണാല്ലേ. ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അല്ല, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആഗ്രഹിക്കുന്നുണ്ട്, പ്രിവിലേജ് അനുഭവിക്കുന്നവർ. തെറ്റാണ്, അത് തെറ്റാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പുരുഷന്മാരങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവര് അറിയുന്ന പോലും ഇല്ലല്ലോ, അവർ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന പോലും ഇല്ല. അത് അറിയണം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കല്ലാതെ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരൊക്കെയോ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മൊത്തം പുരുഷ സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെയല്ലാതെ ഫെമിനിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരുപാട് പുരുഷന്മാരും ഇവിടെയുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ കണ്ണടച്ച് കാണാതെ പോകുന്ന പോലെ ഇരിക്കും. അങ്ങനെയല്ല, ആരൊക്കെയോ ഏതൊക്കെയോ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമൂഹത്തെ മൊത്തം നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അതായത് സ്ട്രക്ചറലി ഇത് രണ്ട് എനിക്ക് മനസ്സിലായത്, ഒന്ന് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ മതം അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായ ആചാരങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ്. വിവാഹത്തിൽ സ്ത്രീക്ക് കുട്ടിയെ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൽ കൂടുതൽ സ്ട്രക്ചറലി എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുമോ? അത് മാറ്റണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അവർ തന്നെ തീരുമാനിക്കണം. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് വിവാഹത്തിൽ അങ്ങനെ സംഭവിക്കണം ഇങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുറമേ നിൽക്കുന്ന ഒരാൾക്ക് ഒന്നും മാറാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ ഒരു വിവാഹത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ ഒരു കുടുംബം അങ്ങനെ ഒരു കെട്ടുപാടിൽ അവരെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് അവർ തന്നെ വിചാരിക്കേണ്ട ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അവർ തന്നെ പറയണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കുറച്ച് പേര് അവർക്കതിൽ ബുദ്ധിമുട്ടില്ലാത്തടത്തോളം നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആരൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ കുറേ പേര് വിവാഹം കഴിക്കുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതല്ലാതെ മറുത്ത് ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനുവേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. വിവാഹം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുകയും എല്ലാവരും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ പിന്നെ ഒരു പുതിയ ജനറേഷൻ തന്നെ ഉണ്ടാവില്ല. ഇത്തരം കോംപ്ലിക്കേഷൻസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഒരു ഡിബേറ്റ് കൊണ്ടും ആൾക്കാർ അങ്ങനെയൊന്നും, നമ്മുടെ മെയിൻ ഇപ്പം ഏത് തിയറി എടുത്തു നോക്കിയാലും നമ്മുടെ സർവൈവൽ വെച്ച് നോക്കിയാലും ഒന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും എന്തെങ്കിലുമൊക്കെ വന്നതുകൊണ്ടോ പുതിയ തിയറികൾ വന്നതുകൊണ്ടോ ഒന്നും അവിടെ രണ്ടാൾക്കാർ തമ്മിൽ സ്നേഹമില്ലാതിരിക്കുമോ. അത് ഇപ്പം നമ്മൾ കാണുന്ന ആനിമൽസിൻ്റെ ഇടയ്ക്ക് പോലും ഉണ്ട്. രണ്ട് ജെൻഡറുകൾ തമ്മിലുള്ള അട്രാക്ഷനോ ഇപ്പം നമുക്ക് അങ്ങനെ പറയാനില്ലെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാതിരിക്കുകയോ അവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയോ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. അതൊക്കെ നമ്മൾ ചുമ്മാ അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. ഇപ്പം നമ്മൾ പ്രിവിലേജ്ഡ്, അവരെ പ്രിവിലേജ് അല്ല, ഇപ്പം വിവാഹം വേണ്ട എന്ന് എല്ലാവരും വിചാരിക്കും എന്നൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതുകൊണ്ട് തോന്നുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ഇപ്പം വിവാഹം കഴിക്കണം എന്നില്ലല്ലോ ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവാനോ കുട്ടികളെ വളർത്താനോ ഒന്നും. അപ്പൊ അതിനൊന്നും ഒരു ഉത്തരവാദിത്വമല്ലേ ഒരു കുട്ടിയെ? അതെ, ഉറപ്പായിട്ടും അതൊരു ഉത്തരവാദിത്വമാണ്. ഇതൊക്കെ പുരുഷന്മാര് തമ്മിലാണെങ്കിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുരുഷന്മാര് തമ്മിലും ഉണ്ട്. അവര് തമ്മിൽ അത് കഴിയുമ്പം ഒരു 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 കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തോളത്ത് കൈയിട്ട് കഴിഞ്ഞാൽ അത് തീർന്നു, അത് കഴിഞ്ഞു. നാല് നെറിയൊക്കെ പറയും. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. സ്ത്രീകൾക്കൊരു കാര്യം സംസാരിച്ചു തന്നെ തീർക്കണം, സംസാരിച്ച് തന്നെ തീർക്കണം. ഇത് കേൾക്കാൻ ആ പുരുഷനോട് പേഷ്യൻസും ഉണ്ടാവണം. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് എപ്പോഴും ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് പല കാര്യങ്ങളും കാടടച്ച് വെടിവെച്ച് പറയാനേ അറിയുള്ളൂ. ഒരു കാര്യത്തിലേക്ക് സ്ട്രെയിറ്റ് വരാൻ അറിയില്ല. പുരുഷന് അതിനുള്ള ക്ഷമയില്ല. അത് പല ഭാര്യമാരും പറയുന്ന കേട്ടിട്ടില്ലേ, ഹസ്ബൻഡ് ഞാൻ പറയുന്ന കേൾക്കത്തില്ല, ഞാൻ പറയുന്ന എന്നെ ഒന്ന് കേട്ടാ മതി സംസാരിക്കാൻ. പക്ഷെ അവിടെ ആ ഹസ്ബൻഡിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ മൊത്തം കേട്ട് കഴിഞ്ഞാലേ കാര്യത്തിലേക്ക് വരുള്ളൂ. അത് ഒരു ദിവസത്തെ ടെൻഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഇത് മൊത്തം കേൾക്കാനുള്ള ക്ഷമയില്ല. കാര്യം പറ എന്നുള്ളൊരു, അപ്പൊ ഈ കാര്യം പറയാന്ന് പറയുമ്പം സ്ത്രീകൾക്ക് അത് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒറ്റയടിക്ക് ആ കാര്യത്തിലേക്ക് വരാൻ പറ്റില്ല. ഞാനിപ്പോ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് റീലായിട്ട് പോയാലോ കാര്യം അത് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാ. അതായത് എന്നെ കേൾക്കുന്നില്ല ഭർത്താവ് നിസ്സഹായനാ, മനസ്സിലായോ? ഒരു ദിവസത്തെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഇത് കേൾക്കാൻ ക്ഷമയില്ല.
പക്ഷെ രണ്ട് രീതിയിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ കൂടുതലും പുരുഷന്മാരായതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എൻ്റെ ചിന്തകളും എൻ്റെ രീതികളും കൂടുതലും പുരുഷന്മാരെ കൂട്ടാം. മനസ്സിലായി? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മമ്മി എന്തെങ്കിലും അത് കാര്യം പറ, കാര്യത്തിലേക്ക് വാ എന്ന് ഞാൻ പറയും. പറയും പപ്പനോടാണേലും അതെ, ഇങ്ങനെ കാര്യം പറ എന്ന് വെച്ചാൽ അത് അവിടെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ പറ. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ സാൻഡ്ര ആണെങ്കിലും പൊതുവെ ഇങ്ങനെ ഒരു പ്രശ്നം ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്താ, ഇത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാ പറയുന്നതെന്നാണ്. അപ്പൊ നമുക്കതിൽ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഈ പറയുന്ന വ്യക്തിക്ക് ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ മറ്റത് ഇത് കേട്ട് കളയാനാണെങ്കിൽ അത് നാച്ചുറലി പറ്റത്തില്ല. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ ഞാനിതിനെ ഇപ്പൊ സ്ത്രീകൾ വരണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം അതാണ്. അതായത് പലപ്പോഴും ഇവർക്ക് കേൾക്കാനുള്ള മനസ്സില്ല. ഇരിക്കുന്നവരെല്ലാം ആണുങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീകളെ കേൾക്കാനുള്ള ക്ഷമയില്ല. അപ്പം ചിലപ്പോ നമുക്കൊരു അപ്പോളജി മതിയായിരിക്കും, നമുക്കൊരു ഇൻസൾട്ട് അവിടെ സംഭവിച്ചു. അല്ല, പക്ഷെ ഇത് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഈ ഡാറ്റ ബൈബേജ് പറഞ്ഞാലും അപകടമാണല്ലോ. അത് ഡിപ്പെൻസ്, നമ്മൾ എത്രത്തോളം ഡീപ്ലി ആളോട്ട് കണക്റ്റഡ് ആവുന്നോ. അപ്പോൾ ഒരു പരിധി വരെ നമ്മളെ മറന്നുകൊണ്ട്, നമ്മുടെ റൈറ്റ്സും നമ്മളെന്നൊരു വ്യക്തിനെ മറന്നുകൊണ്ട് ഒരിക്കലും നമ്മളൊരു അയാൾക്കൊരു അടിമ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകരുത്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്റ്റും നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ഞാനെന്ത് വ്യക്തി, എനിക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അതിനെപ്പോഴും ഞാൻ റെസ്പെക്ട് ചെയ്യണം, അതിനെ മറ്റൊരാളും റെസ്പെക്ട് ചെയ്യണം. വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു റെസ്പെക്ട് ആൻഡ് ലവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. അതില്ലാത്തടത്തോളം ലവ് ആണെന്നും പറഞ്ഞ് തീരെ റെസ്പെക്ട് ചെയ്യാതെ അവസ്ഥയെ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. ലവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടോക്സിക് ബിഹേവിയേഴ്സ് കാണിച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യരുത്. തുടക്കത്തിൽ തന്നെ നമ്മൾ അവെയർ ആയിരിക്കണം. കാരണം നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ ആ ഒരു ഡോപ്പമൈൻ ആ ഒരു ഫുള്ളി ആ ഒരു ഹൈയിൽ നിൽക്കുന്ന സ്റ്റേജിൽ നമ്മൾ റെഡ് ഫ്ലാഗ്സ് കാണുകയാണെങ്കിലും വി ലൈക്സ് ടു ബിലീവ് ദാറ്റ് ഇതൊക്കെ മാറും, അവനെ അല്ലെങ്കിൽ അവളെ ഞാൻ മാറ്റിയെടുക്കും, എങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ദാറ്റ് ഐ വിൽ ഫിക്സ് എവറിത്തിങ്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ ഭയങ്കര സൂപ്പർ ഹ്യൂമൻ ആണ്, എന്റെ സ്നേഹം കൊണ്ട് അവളെ അല്ലെങ്കിൽ അവനെ ഞാൻ കീഴ്പ്പെടുത്തി അവന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ ടോക്സിക് ബിഹേവിയേഴ്സ് ഞാൻ കറക്റ്റ് ചെയ്യും. അതൊക്കെ വെറും ഒരു പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെരി റെയർലി പോസിബിൾ. Too risky, yeah. It is too risky to get into such ഇത്രയും ബിഹേവിയറുള്ള ആൾക്കാരുടെ അടുത്ത് റിലേഷൻഷിപ്പിൽ പോണത്. യു ഷുഡ് ബി വെരി കോഷ്യസ് ആയിരിക്കണം. പ്രൊവൈഡഡ് ഇഫ് ദി അതർ പേഴ്സൺ ഈസ് റെഡി. ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ട് മാറിയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്. കാരണം ഈ കൂടെ നിൽക്കുന്ന ആളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണം മാറിപ്പോയിട്ടുള്ള കുറെ റിലേഷൻഷിപ്സ് ഉണ്ട്. കാരണം അവര് സ്വന്തമായിട്ട് ഒരു മാറ്റങ്ങൾ വരുത്തും. അത് നമുക്ക് മനസ്സിലാകും. റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിലും അയാൾ ചെറുതായിട്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ ഫ്ലാഗാണ്. അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഒരു പരിധി വരെ അയാൾ അതിന് റെഡി ആണെങ്കിൽ ചിലപ്പോൾ തെറപ്പിക്ക് പോവാം, അല്ലെങ്കിൽ അവർ തമ്മിൽ തന്നെ സംസാരിച്ച് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി അവർക്ക് തേർഡ് പേഴ്സന്റെ ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ടെങ്കിൽ തെറപ്പിക്ക് ഉറപ്പായിട്ടും പോയിരിക്കണം. ഈ കപ്പിൾ തെറപ്പി എന്നൊക്കെ പറയുന്നതാണോ? കപ്പിൾ തെറപ്പി ഇതാണ്. അതിലെന്താണ് ശരിക്കും ചെയ്യുന്നത്? കപ്പിൾ തെറാപ്പിയിൽ നമ്മുടെ കുടുംബത്തിൽ അമ്മേനെയോ അച്ഛനെയോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ മീഡിയേഷൻ ചെയ്യുക. അതായത് രണ്ടുപേര് തമ്മിൽ വഴക്കിട്ടിരിക്കുമ്പോൾ അവർ പ്രശ്നത്തിലാവുമ്പോഴാണല്ലോ തേർഡ് പേഴ്സൻ്റെ ആവശ്യം വരിക. വഴക്കിട്ടിരിക്കുമ്പോൾ ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇയാൾക്ക് മനസ്സിലാവണമെന്നില്ല. അത് പക്ഷേ ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറൊരു മൈൻഡ് സെറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ അംഗീകരിക്കും, അല്ലെങ്കിൽ അംഗീകരിക്കാത്ത കാര്യം. ഇത് തന്നെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അതാണ് കപ്പിൾ തെറാപ്പി. നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വി ഷുഡ് വർക്ക് ഓൺ അവർ റിലേഷൻഷിപ്പ്. നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഇടയിൽ നമുക്ക് രണ്ടുപേർക്കും ടോക്സിക് ട്രേറ്റ്സുകൾ ഉണ്ട് എന്ന് അവർ കണ്ടുപിടിച്ചിട്ട് നമുക്കിത് ഹെൽത്തി ആക്കണം, കുറച്ചുകൂടെ നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പേർട്ടിനെ പോയി കാണാം. അങ്ങനെ അവർ തീരുമാനിച്ചു പോയിട്ട് ഇയാള് രണ്ട് സൈഡും കേൾക്കും.
ആൻഡ് ഹി വിൽ ഗീവ് ഓർ ഷീ വിൽ ഗീവ് പോസിറ്റീവ് സജഷൻസ്. നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന ആള് ഇത്ര വിട്ടുവീഴ്ച ചെയ്യണം, കുറച്ചുകൂടെ റിസൈലൻസ് കൊണ്ടുവരണം, കുറച്ചുകൂടെ അംഗീകരിക്കണം, ആ ഒരു അക്സെപ്റ്റൻസ് കൊടുക്കണം. ലവും അക്സെപ്റ്റൻസും രണ്ടും ഒരുപോലെ വന്നാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അക്സെപ്റ്റൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാലേ അത് മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ നമുക്കിത് കടിച്ചമർത്തി കോൺസ്റ്റന്റ് ക്രിറ്റിസിസം, അതൊരു ഭയങ്കര ഒരു ഡിസ്ട്രക്റ്റീവ് രീതിയിലുള്ള ക്രിറ്റിസിസം ഒക്കെ നമുക്ക് ഒരു പരിധി വരെ താങ്ങില്ല. ഒരു പരിധിവരെ നമ്മൾ ഓക്കെ നമ്മുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ്, ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു പരിധിവരെ നമ്മൾ താങ്ങില്ല. ഒരു പരിധി കഴിഞ്ഞാൽ അതുവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, സാരമില്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ, ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമെങ്കിലും അത് ഇവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും, ആ ഒരു സെൽഫ് വാലിഡേഷനെ ബാധിക്കും. അവരെപ്പോഴും ഇങ്ങനെ അയ്യാ നീ കൊള്ളില്ല, ഇത് ചെയ്ത ശരിയായില്ല, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല ചെയ്യണ്ട, ഇങ്ങനെയല്ല ചെയ്യണ്ട, എന്ത് പറഞ്ഞാലും ക്രിറ്റിസിസം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരോടുള്ള ഒരു ഇത് പോവും, ഒരു മതിപ്പ് പോവും. ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, സ്റ്റാർട്ട് ബിലീവിങ്. അത് ബിലീവ് ചെയ്യും. പിന്നെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങള് ചിലപ്പോ നമ്മള് എല്ലാവർക്കും ഒരു ബേസിക് ട്രേറ്റ് ഉണ്ട്, ജനിക്കുമ്പോ കിട്ടുന്ന ഒരു ട്രേറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ജനറ്റിക് ട്രേറ്റ്സ് ഉണ്ട്, അക്വയർഡ് ട്രേറ്റ്സ് ഉണ്ട്. ബേസിക് ട്രേറ്റ്സിന് നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് പോകാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതിനെ നമുക്ക് ബ്രഷപ്പ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആങ്കർ മാനേജ്മെന്റ് ഒക്കെ, അതിനൊക്കെ ഇഷ്ടംപോലെ വഴികളുണ്ട്, അതിന് തെറപ്പി ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമുണ്ട്, അത് ചിലപ്പോൾ ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്യും. എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ മുഖത്ത് നോക്കി പറയും, അങ്ങനെയൊന്നും പറഞ്ഞത് അത് ശരിയല്ല. സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനുള്ള ഒരു വിവേകം വേണം ആൾക്കാർക്ക്, മനസ്സിലായില്ലേ? ഞാൻ എന്ത് കണ്ടാലും തുറന്നു പറയും, ദാറ്റ്സ് നോട്ട് അത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആ കേൾക്കണ ആളുടെ മനോസ്ഥിതി ഒന്ന് നോക്കണം. ചിലപ്പോൾ അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ അയാൾ തകർന്നു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇയാൾക്ക് കോട്ടം അയാൾക്ക് പ്രശ്നം വരാത്ത രീതിയിൽ അതിനെ നമ്മളവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കാഴ്ചപ്പാടിൽ അയാൾക്ക് അത്ര ഡ്രസ്സിങ് നല്ലതായിരിക്കില്ല. അപ്പൊ അയാൾ കല്യാണത്തിന് ഒരുങ്ങി വന്നേക്കുക, ഉടനെ പറയാണ് ഐശ്വര്യ നിനക്കാണൊരു ഭംഗിയില്ലാട്ടാ, തീർന്നു, അവന്റെ അന്നത്തെ ദിവസം പോയാ. അതിന്റെ ആവശ്യമില്ല. വൈ? പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മളവിടെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തും മുഖത്തൊക്കെ പറയും, അത് ശരിയല്ല ആക്ച്വലി, മനസ്സിലായില്ലേ? എന്നിട്ട് പറയാതെ നിനക്ക് കുറച്ചുകൂടെ അങ്ങനെ ചെയ്യാം കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ, അതും ആവശ്യമില്ല. പിറ്റേ ദിവസം പറഞ്ഞാലും കുഴപ്പമില്ല. അന്നത്തെ ദിവസം അയാളുടെ പോവാതിരിക്കും. അയാൾക്ക് നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ ഇയാളുടെ ഒരു പറയുന്ന ഒരു രീതിയുണ്ട്, നെഗറ്റീവ്ലി പറയുന്ന രീതിയുണ്ട്. ചിലപ്പോൾ മാസങ്ങളോളം ആ എഫക്റ്റ് ഉണ്ടാവും. അയ്യോ എന്നാലും ഞാൻ അത്രയും ഭംഗിയായിട്ട് പോയിട്ട് ചിലപ്പോൾ കൊള്ളില്ലായിരിക്കും, എന്നെ കാണാൻ കൊള്ളില്ലായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. റിലേഷൻഷിപ്സിലാണെങ്കിലും നമ്മൾ ഈ ആളാഗ്രഹിക്കുന്ന ഒരു അപ്രിസിയേഷൻ, അതിന് ഒരു അറ്റൻഷൻ ഒരു പരിധിവരെ നമ്മൾ കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഞാൻ ഒരാളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അതിന് നല്ല രീതിയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജസ്റ്റ് ഒരാളെ ബ്ലെയിം ചെയ്യാതെ ആ റെസ്പോൺസിബിലിറ്റി ഞാനും എടുത്തിട്ട് അതിന് മെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. ആ ഒരു മോൾഡിങ് എബിലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എംപത്തി, ആ ഒരു എബിലിറ്റിയാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് പറ്റി നിൽക്കുന്ന ഒരാളുടെ ഉപദേശം? പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം. ഇതാരാ പറഞ്ഞത്? സോ വൺ ഓഫ് മൈ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. സെൽഫ് റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ത്രീകൾക്ക് ലൈഫിൽ അധികം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ബൗണ്ടറീസ് ഇല്ല. ആർക്ക് വേണമെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ അവരെ ത്രെട്ടൻ ചെയ്യാം. അപ്പോൾ ഈ ബൗണ്ടറീസും സെൽഫ് റെസ്പെക്റ്റ് എല്ലാ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അവരുടെ ക്യാരക്ടറിൽ. അത് ബ്യൂട്ടി, ഇറ്റ്സ് അബവ് ബ്യൂട്ടി, ലൈക്ക് സൗന്ദര്യം അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ്. ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനാണ്?
അമ്മ എൻ്റെ അമ്മ ഏറ്റവും ഏറ്റവും ഇഷ്ടം ഏറ്റവും പേടിയും അമ്മ തന്നെ. ഒരു 50 വയസ്സിലുള്ള കൊഞ്ചിത ഞാൻ എങ്ങനെയാവണം എന്നാണ് കൊഞ്ചിത ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു 50 ഇയേഴ്സിലൊക്കെ ഭയങ്കര ഒരു സ്പിരിച്വലി ആൻഡ് ആർട്ടിസ്റ്റിക്കലി ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കണം. ഐ വിൽ ബി അറ്റ് ദാറ്റ് ഏജ്. കാരണം ഞാൻ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വുമൻ്റെ ബ്യൂട്ടി അവരുടെ 20s 30s അല്ല, അവരുടെ 40s 50s അവരതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ബ്യൂട്ടി ഇസ് നോട്ട് ഹൗ യുവർ ഫീച്ചേഴ്സ് ആർ, ബട്ട് ബ്യൂട്ടീനെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സംസാരം, അവരുടെ വർക്കിൻ്റെ അടുത്തുള്ള ഡെഡിക്കേഷൻ, ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവുക, റെസ്പെക്റ്റ് മറ്റുള്ളവർക്കും കൊടുക്കുക, ആ ഒരു രീതിയിൽ ജീവിതം ജീവിച്ച് മുമ്പോട്ടേക്ക് പോവുക. അതാണ് ഞാൻ എൻ്റെ 50 ഇയേഴ്സിലൊക്കെ ഇമാജിൻ ചെയ്യുന്ന ഒരു ലൈഫ്. എ വെരി സ്ട്രോങ് വുമൻ. മലയാളിയുടെ സംസ്കാരത്തിൽ ഏറ്റവും നല്ലതുണ്ടാകും ഐ തിങ്ക് സോ അഡാപ്റ്റ് ചെയ്യുക, സിറ്റുവേഷൻസിനെ അഡാപ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ മലയാളീസ് ലോകം മൊത്തം എല്ലാ സ്ഥലത്തുണ്ട് ഇല്ലേ? അതെങ്ങനെ സാധിക്കുന്നു? കാരണം അഡാപ്റ്റബിലിറ്റി ഒരു ഈസിയാണ് മലയാളീസിന് വരുമ്പോൾ. വി ക്യാൻ അഡാപ്റ്റ് ടു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അത് ഒരു ഭയങ്കര വലിയൊരു കോമ്പണൻ്റ് ആണ് നമ്മുടെ ഒരു കൾച്ചറൽ ഇതിൽ. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ വെരി സർപ്രൈസിങ് ഒരു എലിമെൻ്റ് ആണത്. എത്രത്തോളം സ്വാർത്ഥതയാണ് കുഞ്ചിത സ്വയം അനുവദിക്കുന്നത്? ഐ ആം സെൽഫിഷ്. കാരണം ഐ ആം എ സ്ട്രോങ് വുമൻ വിത്ത് ബൗണ്ടറീസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഈ കാര്യങ്ങൾ വരുമ്പോൾ സെൽഫിഷ് ആയേ പറ്റുമോ. നമ്മൾ ഓവർ സെൽഫ്ലെസ് ആയി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു പാത്ത് വേയാണ് അവർക്ക് കിട്ടണേ. സോ നമ്മൾ ചില കാര്യത്തിൽ സെൽഫിഷ് ആവുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ ഒരു ഗ്രോത്തിന് വേണ്ടി, അപ് ടു സം എക്സ്റ്റെൻറ്റ്. ദ ബൗണ്ടറി ഈസ് ഒരാളെ അധികം ദ്രോഹിച്ചിട്ട് അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തിട്ട് സെൽഫിഷ് ആവേണ്ട ആവശ്യമില്ല. യുനോ ദ മൂമെൻറ്റ് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു ആക്ട് ഒരാളെ സെൽഫിഷ് ആക്ട് ഒരാളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഇന്റൻഷനലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. അതായിരിക്കും എൻ്റെ ഒരു ലിമിറ്റ് പോയിന്റ്. നല്ല മനുഷ്യരെ കാണാറുണ്ടോ അധികം? യെസ്, കാണാറുണ്ട്. എന്താണ് ഒരു നല്ല മനുഷ്യൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ എന്താണ്? ഇന്നോസെൻസ്. ഭയങ്കര ഇന്നോസെൻസ് ഉള്ള ഒരു നേച്ചറായിരിക്കും. പക്ഷെ ആ ഇന്നോസെൻസ് വരുന്നത് നമ്മുടെ സിമ്പത്തി എടുക്കാൻ വേണ്ടിയല്ല. ചിലവരുണ്ടല്ലോ നമ്മൾ അവരുടെ അടുത്ത് സിമ്പത്തറ്റിക് ആവാൻ വേണ്ടി അവർ ചില സിറ്റുവേഷൻസും ബിഹേവിയേഴ്സും കാണിക്കും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര പ്യുവർ ആയിരിക്കും. അവര് നമ്മുടെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബട്ട് അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗ്രീൻ ഫ്ലാഗ്.